വെയിറ്റ് കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിച്ച് അങ്ങനെ ഒരു മാനേജ് ചെയ്യാനായിട്ട് അതിൻ്റേതായ വലിയ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കൺട്രോൾ ഉണ്ടാവും. അത് നിർത്തിയാൽ പിന്നെ പഴയ പോലെയാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കഴിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കഴിക്കണം. അപ്പോൾ അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് വേറെയും വരാം. മരുന്നുകളൊന്നും ജീവിതകാലം മുഴുവൻ കഴിച്ചാൽ അത് അതിൻ്റേത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതൊക്കെ ഒരു ഷോർട്ട് ടൈമിൽ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇഞ്ചക്ഷൻ ഇപ്പം നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇഞ്ചക്ഷൻ അത് എടുക്കണമെങ്കിൽ ഒരു മാസത്തേക്ക് എന്തോ 25,000 വേണം. നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ 25,000 എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ 3 മാസത്തേക്കൊക്കെ ഉള്ളൂ. 72 മന്ത്സിലൊക്കെ ഉള്ള സ്റ്റഡീസ് വരുന്നുണ്ട്. പക്ഷെ എപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പതുക്കെ തിരിച്ചു കയറാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പരിഹാരമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞിപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിയുന്നതും നമ്മൾ മരുന്നൊന്നും ഇല്ലാതെ തന്നെ കൺട്രോൾ ചെയ്യിക്കാനാണ്. മരുന്ന് ഇതൊന്നും തന്നെ കൊടുക്കില്ല. ആകെ ഈ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ മാത്രം ഈ ഫാറ്റ് അബ്സോർബ് ചെയ്യാതിരിക്കാനും ആ ഒരു ഷോർട്ട് ഇത് മാത്രം കൊടുക്കും. അപ്പോൾ അതിന് പിന്നെ അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റോ ഇതും വരേണ്ട കാര്യം വരുന്നില്ല. യൂഷ്വലി വരികയില്ല. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ. 3-4 ഡോസിൽ ഒരു മാസം വരുന്നുള്ളൂ. അത് ഓക്കെയാണ്. പിന്നെ ചിലർക്കുണ്ട് ഭയങ്കര ക്രേവിങ് ആയിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പം വേണമെങ്കിൽ ഈ ഇഞ്ചക്ഷൻ ആയിട്ടുള്ളതോ അല്ലാത്ത ടാബ്ലറ്റോ എടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ യൂഷ്വലി നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മിക്കവാറും പേർക്കും അത് കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. ബേസിക്കലി ഈ അപ്പം നമ്മൾ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് നോക്കുന്ന ഒരാൾക്ക് നമ്മൾ റീസണബിളി നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് 20% വെയിറ്റ് റിഡക്ഷൻ. 100 കിലോ ഉള്ള ആൾക്ക് ഈ CSLC ക്യാമ്പ് പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ഒരാൾക്ക് നന്നായിട്ട് നോക്കിയാൽ ഒരു 20% വെയിറ്റ് കുറയ്ക്കാം. അതായത് 100 ഉള്ള ആൾക്ക് 80ലേക്ക് കൊണ്ടുവരാം. പക്ഷേ 150 ഉള്ള ആൾക്ക് അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് അതാണ് നമ്മളൊരു 100ന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു 20% വെയിറ്റ് കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കി കുറയ്ക്കാൻ നോക്കിയാൽ നമ്മൾ വേറെ ഒന്നിനും പോകേണ്ട കാര്യമില്ല. ഒരു 3 മാസം കറക്റ്റായിട്ട് നോക്കിയാൽ നമുക്കത് കുറച്ചുകൊണ്ട് വരാം. പിന്നെ അത് കഴിയുമ്പോഴേക്കും 3 മാസം കഴിയുമ്പോഴേക്കും ഈ കുറയുന്നതിൻ്റെ അളവ് കുറയും. നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടും വരും.